ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒറ്റ തവണ മുടിയിലിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മുടിയിലിട്ട് കൊടുക്കുമ്പോൾ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, താരൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ അകാല നരയൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും, നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളർന്നു കിട്ടും. ഏത് വളരാത്ത മുടിയും വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. അപ്പോൾ ഇത് നന്നാൽ നമ്മൾ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാനും പറ്റിയ ഒരു ഹെയർ പാക്കാണ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആഴ്ചയിൽ ഒറ്റ തവണ ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും, നല്ല പോലെ മുടി വളരും, താരൻ മാറി കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം മുടിയിൽ യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലകളാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നമുക്ക് മുടിയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു താളി പോലെ എടുക്കണ്ട, നമുക്കിതൊരു പാക്കായിട്ടാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചെമ്പരത്തിയുടെ ഇലകൾ എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവും അതുപോലെ അതിൻ്റെ മൊട്ടും എല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇതളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഞെട്ടും ഒക്കെ ഇത് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ പാക്ക് നമ്മൾ മുടിയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ അങ്ങനെ പൊടികളൊന്നും പറ്റി പിടിച്ചിരിക്കില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് വാഷ് ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മുടി നല്ല പോലെ മുടിയിലുണ്ടാവുന്ന കെട്ടൊക്കെ ചീകിക്കളയുക. അതിനുശേഷം ഈ ഒരു പാക്ക് നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് പൊത്തി കൊടുക്കുക. നമ്മുടെ തലയോട്ടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുക. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുക. അതായത് ഈ ഒരു പനിക്കൂർക്കയുടെ ഇലകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെർബൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മുടിക്ക് കൊടുത്ത അതേ ഒരു ഫീലിംഗാണ് നമുക്ക് ഈ ഒരു പാക്ക് മുടിയിലിടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുടിയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ മുടിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഷാമ്പൂസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണ്ട. കാരണം ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടീഷണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്തായിരിക്കും ഈ ഒരു പാക്ക് നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് വളരാത്ത മുടിയും വളർന്നു കിട്ടും. നമ്മുടെ തലയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാവുകയും ചെയ്യും. മുടി നന്നായിട്ട് വളരും, അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പനിക്കൂർക്കയുടെ ഇലകൾ ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.